ആപ്പേ ഷോറൂമിലെ ഇലക്ട്രീഷ്യൻ അല്ലേ? അജയ് ഘോഷ് എന്നല്ല പേര്. പഴയ മോഡല് ഇറങ്ങിയ സെൻസർ ഡീസൽ ഓട്ടോയും ഇപ്പം ഇറങ്ങുന്ന സെൻസർ ഡീസൽ ഓട്ടോയും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. ഇതിൽ പഴയ മോഡൽ നോർമൽ സെൻസറാണ് വെച്ചിരുന്നത്. ഇപ്പം ചില എല്ലാ കൺട്രോളിങ്ങിലും സെൻസറാണ്. ഇതിൽ ഫാൻ സെൻസറാണ്, റേഡിയേറ്റർ ഫാൻ. ഇതിന് റേഡിയേറ്റർ ഇറങ്ങും. അതുപോലെ ഇതിന് ECM ഉണ്ട്. ECM ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞാൽ എനിക്ക് എക്സ്പീരിയൻസ് വെച്ചുള്ള ഒരു അറിവാണ് എനിക്ക് ഉള്ളത്. അങ്ങനെ ട്രെയിനിങ് ഞാൻ എടുത്തിട്ടില്ല. പോയി അടുത്ത ശനിയാഴ്ച ട്രെയിനിങ് പോകും. പിന്നെ പൊതുവെ ഒരു അഭിപ്രായം എല്ലാവരും, പക്ഷേ ഈ വണ്ടി ഒരു അഭിപ്രായം ഉള്ളത് ഇത് ഉപയോഗിക്കാത്ത ആൾക്കാരാണ് കൂടുതൽ അഭിപ്രായം പറയുന്നത്. സെൻസർ ഓട്ടോ കൊള്ളൂല, കംപ്ലൈന്റ് കൂടുതലുണ്ട്. ആപ്പ് ഉപയോഗിച്ച് ആരും ആപ്പിനെ കുറ്റം പറയൂല. അതെ അല്ലേ? അല്ല, പൊതുവെ ഓടിക്കുന്ന ഡ്രൈവർമാരായിരിക്കും ആപ്പയെ സെൻസർ ഓട്ടോനെ പറ്റി പറയണത്. അത് കൊള്ളൂല, എപ്പോഴും പണി വരും, അങ്ങനെയൊക്കെയാണെന്ന്. അപ്പോൾ പൊതുവെ ഒരു ധാരണ ഇപ്പോൾ ഓട്ടോക്കാരിൽ പരന്നാറുണ്ട്. രണ്ടും മാറ്റി മാറ്റി ചിലർ പറയും ഈ CNG പ്രോബ്ലം എന്ന് പറയും, ചിലർ പറയും ഇതേപോലെ തന്നെ പക്ഷേ 3 വീലില് ഇപ്പോൾ ഉള്ള കമ്പനികളിൽ രാജാവ് ഇത് തന്നെയാണ് ആപ്പല്ലേ. അപ്പൊ വേറെ നിലവിൽ വേറെ സെൻസർ ആവുമായിട്ട് വേറെ വേഗമായിട്ട് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? കംപ്ലൈന്റ് വെച്ചാൽ മൈനറോട് കംപ്ലൈന്റ് വരാം. കാരണം ഇപ്പൊ ഇറക്കുന്ന സിസ്റ്റങ്ങൾ പുതിയ സിസ്റ്റമാണ്, അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ സ്വാഭാവികമായിട്ട് വന്നുകൊണ്ടിരിക്കും. അത് ഓവറായിട്ടല്ല, അത് കറക്റ്റ് ചെയ്ത് ഓടിക്കണം. അത് ഡ്രൈവറുടെ കഴിവാണ്. ഏതെങ്കിലും ലൈറ്റ് കത്തിക്കിടന്നാലും പെട്ടെന്ന് കാണിച്ച് അത് ക്ലിയർ ചെയ്യും. ലൈറ്റ് കത്തിക്കൊണ്ട് ഈ സെൻസറിന്റെ വാണിംഗ് കാണിക്കണം മുഴുവനും ലൈറ്റ് കത്തിയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ആ ലൈറ്റ് എന്തുകൊണ്ടാണ് കത്തണതെന്ന് നമ്മൾ ആദ്യം സർവീസ് സെന്ററുമായി ബന്ധപ്പെട്ടത് അത് പരിഹരിച്ച് കൊണ്ടുപോകണം. അത് പരിഹരിക്കാതെ വരുമ്പോഴാണ് കൂടുതൽ പ്രോബ്ലങ്ങളിലേക്ക് പോണത് അല്ലേ? പൊതുവെ സെൻസർ വണ്ടി ഇപ്പൊ ഒരുവിധം കംപ്ലൈന്റ് ഒക്കെ തീർത്തിട്ടാണ് ആപ്പെ ഇറക്കിയിരിക്കുന്നത് അല്ലേ? ഇപ്പൊ ഈ ആപ്പേന്ന് മാത്രമല്ല, ഇപ്പൊ 3 വീലും മാത്രമല്ല 4 വീലും ഇതേപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അതാരും ഈ വില കൂടുതലുള്ള വണ്ടി, ഷോ ഉള്ള വണ്ടി ആയിട്ട് ആരും അത് ശ്രദ്ധിക്കണേ. ഞാനിത് പണിതിരുന്ന ആളാണ്. എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ പറഞ്ഞത് അല്ലേ? ഞാൻ 4 വീല് പണിതിരുന്ന ആളാണ്. പൊതുവെ എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട് സെൻസർ വെച്ച് കഴിഞ്ഞാല് പണിയാണ്, ഭയങ്കര മറ്റേ എന്തെങ്കിലും പറ്റിക്കാൻ ഷോറൂമിൽ നിന്ന് ആള് വരണം, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് സംശയം ഉണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇവിടുന്ന് വർക്കേഴ്സ് അതെല്ലേ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന വരെയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതെല്ലേ? ഓക്കെ. ഒരു വണ്ടി കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവരാനുള്ള സിസ്റ്റം വരെയും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പൊ എപ്പോഴും ഈ വാഹനം ഉപയോഗിക്കുന്നവർ അതാത് ഓതറൈസ്ഡ് ഡീലറിൽ നിന്ന് കരുതി വെക്കണം അല്ലേ? ഏത് ഘട്ടത്തിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഫോൺ വിളിച്ച് അവർക്ക് തന്നെ അത് ക്ലിയർ ചെയ്ത് ചെയ്യാൻ പറ്റും. ആ വണ്ടി വലിയ അവർക്ക് തന്നെ ഓടിച്ചു കൊണ്ടുവരാനും പറ്റും. സെറ്റപ്പ് ഉണ്ട്. ഓവർ കംപ്ലൈന്റ് ആണെങ്കിൽ മാത്രം മെക്കാനിക്ക് ചെല്ലേണ്ട ആവശ്യം. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഓട്ടോക്കാരന്റെ ഇടയിലേക്ക് പറഞ്ഞു തന്ന അജയ് ഘോഷ് സാറിന് പ്രത്യേക നന്ദി പറയുന്നു. ഓക്കെ.